പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ്ങുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം നോവയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ്. നോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തെങ്കിലും ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് ഒന്നും തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ ലഭിക്കുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ നോവ സദാവയെ ടീമിലേക്ക് എത്തിച്ചതിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ നാളെ പുറത്തുവിട്ടേക്കുമെന്നാണ്. മാത്രമല്ല നോവ തന്നെ ഇപ്പോൾ ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട്. താരമെന്ന് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ സൂചന നൽകിക്കൊണ്ട് സ്റ്റോറിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നോവയുടെ സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിട്ടേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോവയുടെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ നാളെ ക്ലൂകളൊക്കെ പുറത്തുവിട്ടേക്കും. നിലവിൽ 30 വയസ്സാണ് നോവയുടെ പ്രായം. നാളെ ആവട്ടെ ജൂൺ 30 കൂടിയാണ്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ നോവയുടെ സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തുവിടാൻ തന്നെയാണ് ചാൻസ് ഉള്ളത്. സൈനിങ്ങുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വാർത്ത, നമുക്കറിയാം ISL 10ാം സീസണിലെ ഗോൾഡൻ ബൂട്ട് വിന്നറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരുന്ന ഡിമിട്രിയോസ് ഡയമൻഡാക്കോസ്. ടീമിന് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ഡിമിട്രിയോസ് ഡയമൻഡാക്കോസ് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ചിരുന്നത്. എന്നാൽ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ താരം ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയായിരിക്കും കളിച്ചേക്കുക. ഡിമിട്രിയോസ് ക്ലബ്ബ് വിട്ടു പോയതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ചൊരു പകരക്കാരനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്നാൽ ഇതുവരെ ഡിമിയുടെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു നിരാശ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഓറഞ്ച് കപ്പിന് മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിമിയുടെ പകരക്കാരനെ സൈൻ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡിമിയുടെ പകരക്കാരന്റെ സൈനിങ് ഇനിയും വൈകാൻ ചാൻസ് ഉണ്ട്. വിദേശ സൈനിങ് എല്ലാം ഉടനെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഡ്യൂറന്റ് കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ വിദേശ താരങ്ങളും കളിച്ചേക്കില്ല. അടുത്തൊരു വാർത്ത, നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ലാലിയൻ സുവാല ചാങ്തെ മുംബൈ സിറ്റി FC തുടരാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ളത്. അങ്ങനെ ഇപ്പോൾ ലാലിയൻ സുവാല ചാങ്തയുടെ കോൺട്രാക്ട് 2027 വരെ മുംബൈ സിറ്റി FC പുതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ പോലും മികച്ച പ്രകടനമായിരുന്നു മുംബൈ സിറ്റി FCക്ക് വേണ്ടി ചാങ്തെ കാഴ്ചവെച്ചിരുന്നത്. എന്തായാലും അടുത്ത സീസണിലും ലാലിയൻ സുവാല ചാങ്തെ മുംബൈ സിറ്റി FC ടീമിൽ ഉണ്ടായേക്കും. ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.